നമ്മൾ നിരന്തരമായിട്ട് ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയമെന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ തൻ്റെ സ്വരൂപം, തന്നിലെ താൻ. നമ്മളെല്ലാവരും ഈ ശരീരത്തിൽ നാമരൂപധാരിയായിട്ടിരിക്കുകയാണ്, ഞാൻ ഭാവത്തിലിരിക്കുകയാണ്. ആ ഞാൻ ഭാവത്തിൽ തന്നെയാണ് ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നു. എല്ലാവരും ഞാൻ ഭാവത്തിൽ തന്നെയാണ് മരിക്കുന്നത്. ഞാൻ ഭാവത്തിലാണ് മരിക്കുന്നത് എങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ജനിക്കേണ്ടി വരുന്നത്? ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ദിവ്യ സ്വരൂപം, ആ ഈശ്വര സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ്, ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാരബ്ധാനുസാരം ഞാൻ ഭാവത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് യോഗ കർമ്മസു കൗശലം. എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? ഈ ഭാവത്തിൽ നാമരൂപധാരിയായ കുട്ടപ്പനോ ഔസേപ്പോ ബഷീറോ അല്ല ഞാൻ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല ഞാൻ, നായരോ ഈഴവനോ നാടാരോ ഒന്നുമല്ല ഞാൻ, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ജാഗ്രത അവസ്ഥയിൽ എന്തെല്ലാം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം. ഉറക്കത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് സുഖിയായിട്ടും ദുഃഖിയായിട്ടും കഴിഞ്ഞിട്ടുണ്ടോ അതിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ തന്നെ സ്ഥിരപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. സ്ഥിരമായ പ്രജ്ഞയുള്ളവൻ, അതിൽ തൻ്റെ പ്രജ്ഞയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവൻ. എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുന്നത്? ഞാൻ ഇതല്ല, ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ ആ സാക്ഷി ചൈതന്യം. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഈ ജന്മത്തിനും ഇതിനു മുൻപ് ഏതെല്ലാം ശരീരങ്ങളിൽ ഞാൻ ജന്മമെടുത്തിട്ടുണ്ടോ അതുകൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഇപ്പോൾ ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനും സാക്ഷിയായിട്ടിരിക്കുന്നു ആ ചൈതന്യം. ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് അതാണ് ഞാൻ എന്ന് ബോധിച്ച് സദാസമയവും ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ സ്ഥിരത നേടുന്നത് അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. അവൻ മരിക്കുന്ന സമയത്തും ആ പ്രജ്ഞയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അവന് പുനർജന്മമില്ല. എന്തുകൊണ്ടാണ് പുനർജന്മമില്ലാത്തത്? അവൻ മരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മരിക്കാത്തത്? അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മരണമില്ലാത്ത വസ്തുവാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഇത് തല ഉന്നയിക്കുന്നതൊന്നുമല്ല യോഗ. അതൊക്കെ ശാരീരികമായിട്ടുള്ള എക്സസൈസ്. യോഗ എന്ന് പറയുന്നത് അതുമായിട്ട് ആരാണോ ജാഗ്രത അവസ്ഥയിൽ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ച് ഏകീഭവിപ്പിക്കുന്നത് ദാറ്റ് ഈസ് സാക്ഷാത്കാരം. ആർക്കുമാകാം. ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ല. പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ യാതൊരു വ്യത്യാസവുമില്ല. യോഗിയെന്നോ രോഗിയെന്നോ ഭോഗിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ അറിവിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കുക. ഐ എം ദാറ്റ്, നോട്ട് ദിസ്.
ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിലേക്ക് ഉണരുന്നവനാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം. ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജീവചൈതന്യം എന്ന് പറയുന്നത് പോലെ തന്നെ ആ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന നാമരൂപരഹിതമായ നിർഗുണ പരബ്രഹ്മം അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ജീവനാകുന്ന ചൈതന്യമായിട്ടിരിക്കും. മായയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ഈശ്വരനാകുന്ന ചൈതന്യവുമായിട്ട് ചേർന്നിരിക്കും. ഈ അവിദ്യയ്ക്കും മായയ്ക്കും അപ്പുറം ജാഗ്രത അവസ്ഥയിൽ ഈ അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിൽ തന്നെ ആരാണോ ഞാൻ ആ നിർഗുണ പരബ്രഹ്മമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത് ആ ശിവം, ആ മംഗളസ്വരൂപം, ശിവോഹം 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 എന്ന ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ യോജിപ്പിച്ച് നിർത്തുന്നത് അവൻ മരണമില്ലാത്ത നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കുന്നു. അത് നിരന്തര സ്ഥിതിയായിട്ട് ആരിലാണോ സംഭവിക്കുന്നത് മരണസമയത്തും അവൻ അതായിട്ടിരിക്കുന്നു. ആ മരണം സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം ഉണങ്ങിയ മടല് പോലെ അടർന്നു വീഴും. ആ അടർന്നു വീഴുന്ന സമയത്ത് ജ്ഞാനി, ആരാ ജ്ഞാനി? ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ അറിവിലേക്ക് ഉണർന്ന് ഈ അറിവിൽ സ്ഥിതി നേടിയവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. എന്താ, കുറെ കാണാതെ പഠിക്കുന്നതൊന്നുമല്ല ജ്ഞാനം. ഒന്നും കാണാതെ പഠിക്കണ്ട, ഒരു മന്ത്രവും നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ലൗകികത്തിൽ നിന്ന് ഒഴിയണ്ട, കുടുംബം കളയണ്ട, ഭർത്താവിനെ കളയണ്ട, എല്ലാം നിലനിർത്തിക്കൊണ്ട് എല്ലാം അനുഭവിച്ചുകൊണ്ട്. എല്ലാം അനുഭവിക്കാമോ? എല്ലാം അനുഭവിച്ചുകൊണ്ട്. സിനിമ കാണാൻ പോകാമോ? സമയം ആയിക്കോളൂ. സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടുകൊള്ളൂ. അതൊക്കെ ദാറ്റ് ഈസ് എൻജോയ്. അതൊക്കെ മറ്റതിലേക്ക് എത്രമാത്രം താതാത്മ്യം പ്രാപിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം താനേ ഒഴിഞ്ഞുകൊള്ളും. നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാനൊന്നും ഈ അറിവിലേക്ക് ഉണർന്ന് അതിൽ ഉയർന്നു നിൽക്കുന്നവന് കഴിയില്ല. അവനെ നിങ്ങൾ പിടിച്ച് സിനിമ കാണാൻ വരുന്ന സമയം പോവാം. സിനിമ കാണാനായിട്ട് അവിടെ ചെന്നിരുന്നാൽ നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ആ ശരി, നീ ഇരുന്നോ, തീർന്നു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയോ, ഞാൻ പുറത്ത് കാണും. കണ്ടുകൊണ്ടിരിക്കാനുള്ള മനസാന്നിധ്യം അവിടെ ഉണ്ടാവില്ല. കാരണം അതെല്ലാം ജഡകാര്യങ്ങളാണ്, ലൗകിക കാര്യങ്ങളാണ്, അസത്യങ്ങളാണ് എന്നറിയുന്ന ഒരാളിന് അത് കണ്ടുകൊണ്ട് സമയം ചെലവാക്കാനില്ല. ആ സമയം കൂടെ അവൻ ആ വസ്തുവുമായിട്ട് ഏകീഭവിച്ചു. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ഇത്രയേ ഉള്ളൂ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ആർക്കും നിസ്സാരമായിട്ട് നേടാവുന്നത്. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ ഇതിനെ നേടാൻ കഴിയൂ. അതുകൊണ്ട് ഇത്രയും പ്രായമായി എപ്പോൾ വേണമെങ്കിലും വെടിതീരാം, ഏത് സമയത്ത് വേണമെങ്കിലും അടർന്നു വീഴാം. അതിനു മുൻപ് ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുമാത്രം. വേറെ നിങ്ങൾ എന്തെല്ലാം നേടിയാലും അതൊക്കെ വിട്ടിട്ട് പോകേണ്ടി പോയി. ഒന്നും കൊണ്ടുപോകാനൊക്കെ ഇല്ല, ഒരുത്തരും കൂടെ കാണില്ല. അവസാന സമയത്ത് ശരീരം വിടേണ്ടി വരുന്ന സമയത്ത്, ശരീരം വിടുന്നതിന് മുൻപ് നിങ്ങൾ ഏതുമായിട്ടാണോ യോജിക്കേണ്ടത് അതുമായിട്ട് നിങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം.
അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം തിരിച്ചറിവിലൂടെ. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് നാദബിന്ദു ഉപനിഷത്ത് പറയുന്നത്. ആത്മാനം സതതം ജ്ഞാത്വ കാലം നയ മഹാമതേ. ആത്മാനം സതതം ജ്ഞാത്വ, അല്ല ആത്മാവിനെ, എന്നിലെ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം സതതം ജ്ഞാത്വ, അതിനെ തന്നെ തിരിച്ചറിഞ്ഞു ബോധിച്ചു. ആ ഭാവത്തിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രാരബ്ധമഖിലം ഭുഞ്ജൻ ന ഉദ്വേഗം കർത്തുമർഹസി. യാതൊരു തരത്തിലുള്ള ഉദ്വേഗത്തിൻ്റെയും ആവശ്യമില്ല. യാതൊരു തരത്തിലുള്ള എനിക്ക് കിട്ടുമോ, എനിക്ക് മോക്ഷം കിട്ടുമോ, എൻ്റെ ജീവിതം ശരിയാകുമോ, ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിചാരത്തിൻ്റെയും ആവശ്യമില്ല. സദാ എന്തെല്ലാമാണോ നിങ്ങൾക്ക് പ്രാരബ്ധാനുസാരം വന്നു ചേരേണ്ടതായിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ടും വന്നു ചേർന്നിരിക്കും. അല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് വന്നു ചേർന്നതാണോ? നിങ്ങൾ എവിടെ ജനിച്ചിരിക്കുന്നു? നിങ്ങൾ വിചാരിച്ചാണോ അവിടെ ജനിച്ചത്? നിങ്ങൾ ഹിന്ദുവായിട്ടിരിക്കുന്നത്, നിങ്ങൾ ഹിന്ദുവായിട്ട് ജനിക്കണമെന്ന് വിചാരിച്ചിട്ടാണോ ഹിന്ദുവായിട്ടിരിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത്, മുസൽമാനായിട്ടിരിക്കുന്നത്, പണക്കാരനായിട്ടിരിക്കുന്നത്, പാവപ്പെട്ടവനായിട്ടിരിക്കുന്നത്, പുരുഷനായിട്ടിരിക്കുന്നത്, സ്ത്രീ ആയിട്ടിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ വിചാരത്തിൽ പെടുന്നതാണ്. ഒന്നും നിങ്ങൾ വിചാരിച്ചിട്ട് സംഭവിക്കുന്നതല്ലല്ലോ. പ്രാരബ്ധാനുസാരം എങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് അതനുസരിച്ച് എന്തെല്ലാമാണോ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അതിനൊക്കെ സൗകര്യമായ കേന്ദ്രങ്ങൾ അവരവർ അന്ന് ജനിച്ചിരിക്കുകയാണ്. ചിലർ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട സ്ഥലത്താണെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇന്ന് തന്നെ ടി വിയിൽ നോക്കിയപ്പോൾ നമ്മുടെ ഒരു സിനിമാ നടി, ശംഖുമുഖത്തുള്ള സിനിമാ നടി ആരാണ്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ബോച്ചയുടെ ചെമ്മണ്ണൂർ ജുവലേഴ്സിൻ്റെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നതിന് അവരെ വിളിച്ചുകൊണ്ടുപോയി. നോക്കിയപ്പോൾ സ്വർണ്ണ വാളകളൊക്കെ ഇട്ട് സ്വർണ്ണമാലകളൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കി. അയാളെ സമ്മതിക്കണം. കാരണം ഇത്രയും അവർ രോഗാവസ്ഥയിലായിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പോയി 5 ലക്ഷം രൂപയും കൊടുത്തു. അപ്പോൾ ഇതാണ് ഓരോരുത്തർക്കും ഏതെല്ലാം സമയത്താണോ വന്ന് ഭവിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് അത് വന്ന് ഭവിച്ചിരിക്കും. ഉദാഹരണമാണ് ചാളമേരിയുടെ കേസ്. എന്താ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ കൊച്ചു മുറിക്കകത്ത് ഈ ദിവ്യമായ പ്രഭാഷണം, ദിവ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദിവ്യമായതുകൊണ്ട് തന്നെയാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേടാവുന്നുള്ളതിൽ വെച്ച് ആ ദിവ്യ സ്വരൂപത്തെ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ശബ്ദമാണ്, ഉപദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ദിവ്യം തന്നെയാണ്. ആ ദിവ്യമായ സ്വരൂപം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ദിവ്യം. അതുകൊണ്ടാണ് അതിന് ദൈവം എന്ന് പറയുന്നത്. ദൈവം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. ആരായിട്ടിരിക്കുന്നു? നിങ്ങൾ തന്നെ ആയിട്ടിരിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആ ദിവ്യ സ്വരൂപം തന്നെയാവുന്നു. ആ ദൈവം നിങ്ങൾ തന്നെയാവുന്നു. എന്താ സംശയം? ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, ആ ദിവ്യമായ സ്വരൂപം ദൈവം, ഈശ്വരൻ തന്നെയാവും. അതാണ് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത്, വേദം ഉദ്ഘോഷിക്കുന്നത്. ആ അറിവിലേക്ക് ഉണർന്നവൻ പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി. ഇത് മുസ്ലിം വിഭാഗത്തിലെ സൂഫി വർഗം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വിഭാഗം, ആ മുസ്ലിം വിഭാഗത്തിലെ സൂഫി വിഭാഗം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് പ്രകാരമാണോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, അന അൽ ഹഖ്,
ഞാൻ ആ ദിവ്യ സ്വരൂപമാകുന്നു. അന അൽ ഹഖ് എന്ന് പറഞ്ഞ ഒരു സൂഫി സന്യാസിയെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വെട്ടിക്കണ്ടിച്ചു, കൊന്നുകളഞ്ഞു. കാരണം അവർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം യഹൂദ, ക്രിസ്തീയ, മുസൽമാൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ഈശ്വരനാകുന്നു എന്ന് പറയുന്നത് ദഹിക്കുകയില്ല. ആ അറിവിലേക്ക് അവർ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു മത വിശ്വാസികൾക്കും ഇസ്ലാം മത വിശ്വാസികൾക്കും ദഹിക്കാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അറിവിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ അത് തന്നെയാകുന്നു എന്ന് അറിഞ്ഞ് അവർ പറയുന്നത്. ഉപദേശവാക്യം എന്താണ്? തത്വമസി, നീ അതാകുന്നു. അത് ഗ്രഹിക്കുന്നവൻ എന്താ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്. ദൈവത്തിനും അപ്പുറത്തേക്ക് കടന്ന് ആ നിർഗുണ പരബ്രഹ്മത്തെയാണ് അവൻ സൂചിപ്പിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി. അവൻ മായയ്ക്കും അപ്പുറത്തേക്ക്, ഈശ്വരോസ്മി എന്നല്ല പറയുന്നത്, ബ്രഹ്മാസ്മി, ആ നിർഗുണം ബ്രഹ്മം. മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവവിധം പ്രോതം. ഈ പ്രപഞ്ചത്തിലെ സർവവും എന്നിൽ തന്നെ കോർക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്? ഞാൻ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ പരമേശ്വര ചൈതന്യം. ഏതുപോലെ സൂത്രേ മണിഗണായിവ. മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഏത് പ്രകാരമാണോ ഒരു ചരടിൽ മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സർവവും ഞാനാകുന്ന ആ ആത്മചൈതന്യത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ഈ പ്രപഞ്ചത്തിലെ എന്ന് പറയുമ്പോൾ ഈ ഗ്രഹത്തിലെയും ഇതര ഗ്രഹങ്ങളിലെയും എല്ലാം എല്ലാം എല്ലാം. ഇനി എവിടെയെല്ലാം ജീവൻ, ഏതെല്ലാം ഗോളങ്ങളിൽ ജീവജാലങ്ങളുണ്ടോ അവിടെയുള്ള ജീവജാലങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് ഈ ഞാൻ തന്നെയാകുന്നു. ഈ ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുമ്പോൾ ഓടക്കുഴൽ വായിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണനായിട്ട് നിങ്ങൾ കാണരുത്. ആ ഭഗവാൻ ആ ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ കൂടെ പറയുന്നുണ്ട്. എന്താ? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അഹം ആത്മ, ആത്മചൈതന്യം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആത്മചൈതന്യം എൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകും, നിങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകും. പട്ടിയുടെയും പൂച്ചയുടെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും അറബിയുടെയും ട്രംപിൻ്റെയും മോദിയുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം. നായരുടെയും നാടാരുടെയും ഈഴവൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം. അതാണ് സൂത്രം, ബ്രഹ്മമാകുന്ന സൂത്രം, ബ്രഹ്മസൂത്രം. വ്യാസൻ എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ പേരാണ് ബ്രഹ്മസൂത്രം. ഉപനിഷത്തുകളിൽ ഏതാണ്ട് 1080ഓളം ഉപനിഷത്തുകളുണ്ട്, 1080ഓളം ശാഖകളുണ്ട് വേദത്തിന്. ആ ഓരോ ശാഖയ്ക്കും ഓരോ ഉപനിഷത്തുണ്ട്. അങ്ങനെ 1080ഓളം ഉപനിഷത്തുകൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ നമുക്ക് 300ഓളം ഉപനിഷത്തുകൾ വാങ്ങാൻ സാധിക്കും. മലയാളത്തിൽ തന്നെ 125ഓളം ഉപനിഷത്തുകൾ ലഭ്യമാണ്. ഈ ഉപനിഷത്തുകളെല്ലാം ഘോഷിക്കുന്നത് ഇതുതന്നെയാണ്, ഈ ജ്ഞാനം. എന്നാൽ അതിനകത്ത് ഭക്തിമാർഗം, കർമ്മമാർഗം എല്ലാമുണ്ട്, ജ്ഞാനമാർഗം, യോഗമാർഗം എല്ലാമുണ്ട്. എല്ലാ വഴികളിൽ കൂടിയും നിങ്ങൾ സഞ്ചരിച്ചാലും എത്തേണ്ടത് എവിടെയാണ്? ആ കേന്ദ്രത്തിൽ. ഏതാ കേന്ദ്രം? ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു ആ കേന്ദ്രം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും
ആ പരമാത്മ വസ്തുവിൽ എത്തിച്ചേരാനുള്ള നൂല് നിങ്ങളുടെ ഉള്ളിലിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ പിടികൂടിയാൽ മതി. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ, അതാണ് ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗസ്യയത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ കർത്താവായിട്ടും ഭോക്താവായിട്ടും ഇരിക്കുന്ന പല ഭാവത്തിലിരിക്കുന്ന ഈ ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ. ആ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ശരീരത്തിലും സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, ആ ചൈതന്യത്തെ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളൊന്ന് ഭാവന ചെയ്തു നോക്കൂ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ കുറിച്ച് ജാഗ്രത അവസ്ഥയിൽ ഭാവന ചെയ്ത് ഈ ജാഗ്രത അവസ്ഥയിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാമിയുടെയും ഉള്ളിൽ ആ സ്വാമിയുടെ സംസാരത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ ആരാണോ കാണാതെ കാണുന്നത്, അതാണ് യഃ പശ്യതി സപശ്യതി. അതെങ്ങനെ കാണാൻ സാധിക്കുന്നത്? ഈ തരത്തിലുള്ള നിരന്തരമായ അറിവിലൂടെ കേട്ട് 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 അത് എൻ്റെ ഉള്ളിലുമുണ്ടല്ലോ. ഈ ജാഗ്രത അവസ്ഥയിൽ ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ടോ ഞാൻ മറ്റേ കാര്യം ചെയ്തതും ആ സാക്ഷി കണ്ടു. ഭഗവാനാണ് ഇനി ചെയ്യില്ല. തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്തതിനും സാക്ഷിയായിട്ട് എൻ്റെ ഉള്ളിലെ ആ സാക്ഷി ചൈതന്യമുണ്ട്. ഇന്നലെ എന്തെല്ലാം തെറ്റായ കർമ്മങ്ങൾ ചെയ്തു, ഭഗവാനെ ഇനി ഞാൻ ചെയ്യില്ല. എന്നിലെ സാക്ഷി ചൈതന്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കേസ് കൊടുക്കും. എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ചാണ് കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത്. നാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുക തന്നെ വരൂ. എങ്ങനെ വരുന്നത്? അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഫലവും കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അനുഭവിക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ആനയുടെ ഉദാഹരണം പറഞ്ഞിട്ട്, തുമ്പിക്കൈയില്ലാത്ത ആന. തുമ്പിക്കൈയില്ലാത്ത ആന ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കണം. ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത്? കാലുകൊണ്ട് തിന്നാൻ ഒക്കുമോ? എടുത്ത് തിന്നാൻ ഒക്കുമോ? കൈ കൊണ്ട് തിന്നാൻ ഒക്കുമോ? മറ്റുള്ള ആനകൾ എന്തെങ്കിലും തുമ്പിക്കൈ കൊണ്ട് എടുത്ത് അതിൻ്റെ വായ്ക്കകത്ത് വെച്ച് കൊടുക്കും. കാരണം പ്രകൃതി അതിനുള്ള വകുപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരു തെറ്റ് പോലും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ചെയ്താൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സാക്ഷി ചൈതന്യമുണ്ട്. എല്ലാം ഇതപര്യന്തം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും സാക്ഷിയായിട്ടുള്ളവനാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. നിങ്ങളെ ശാസിച്ചിട്ടില്ല, നിങ്ങളെ വിലക്കിയിട്ടില്ല, നിങ്ങളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചിട്ടില്ല, അരുത് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ നിർഗുണ പരബ്രഹ്മം, ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓർത്തുകൊള്ളൂ, ആ സാക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം 10 ഇരട്ടി തൂക്കത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സത്കർമ്മമായാലും ശരി, ദുഷ്കർമ്മമായാലും ശരി. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുമോ ആ സമയത്ത് ആ സത്കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 10 ഇരട്ടി തൂക്കത്തിൽ അതിൻ്റെ ഫലം, ആ സൽക്കർമ്മത്തിൻ്റെ ഫലം, നിങ്ങൾ 1,00,000 രൂപയുടെ ഒരു സൽക്കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ
10 ലക്ഷം രൂപയുടെ സൽക്കർമ്മം നിങ്ങൾക്ക് തിരിച്ചു വരും. ആ കർമ്മഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരും 10 ഇരട്ടി തൂക്കത്തിൽ. എല്ലാം നിങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലവും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഓരോരുത്തർക്കും അറിയാം അവരവർ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ. അത് ഈ ജന്മത്തിൽ മാത്രമല്ല, ഇതപര്യന്തം എത്ര പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ആ മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ശരീരങ്ങളിൽ കൂടിയും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം എന്ന മട്ടിൽ ഇങ്ങനെ സംസാര ദുഃഖത്തിൽ, സംസാര കയത്തിൽ, സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് ഒരു അറുതി വരുത്തുന്നതിനുള്ള അവസരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതപര്യന്തം എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നമുക്കിവിടെ ദഹിപ്പിച്ച് കളയാം. അത് കേട്ടപ്പോൾ സന്തോഷം. ഇതപര്യന്തം ഏതെല്ലാം മനുഷ്യ ശരീരത്തിൽ വെച്ച് ഏതെല്ലാം തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം നമുക്ക് ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് എല്ലാത്തിനെയും ഭസ്മമാക്കി കളയാം. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനാഗ്നി എന്താ? ജ്ഞാനമാകുന്ന അഗ്നി. എന്താ ജ്ഞാനമാകുന്ന അഗ്നി? ജ്ഞാനം നിസ്സാരം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, പിന്നെ ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി സാക്ഷിയായിട്ട് സദാ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ മാറാൻ എന്താ പാട്? ഒരുപാടുമില്ലല്ലോ, ഒരുപാടുമില്ല. ആരുടെയും അനുവാദം ചോദിക്കണ്ട. പോയി ഞാൻ ഭർത്താവിനോട് ചോദിച്ചിട്ട് മാറൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ മാറാൻ നോക്കില്ല. അങ്ങനെ മാറുമൊന്നും വേണ്ട. ആരാ പറഞ്ഞത്? മറ്റേ ജാമി. ജാമിമാരൊക്കെ അങ്ങനെ പറയും. അങ്ങനെ ഒരുത്തരോടും ചോദിക്കരുത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വയം മാറണം. നിങ്ങളുടെ ഭർത്താവ് മരണസമയത്ത് നിങ്ങളുടെ കൂടെ വരില്ല, നിങ്ങളുടെ മക്കൾ വരില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം മുഴുവനും ഇല്ലാതാക്കി തീർക്കുന്നതിനുള്ള വകുപ്പ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിലില്ല, മക്കളുടെ കയ്യിലില്ല, ബന്ധുക്കളുടെ കയ്യിലില്ല. പിന്നെ ഇവിടെ ഉണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. എത്രയെത്ര ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളാണെങ്കിൽ പോലും ഇവിടെ വെച്ച് ഈ ജ്ഞാനത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കേണ്ടത്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് നിങ്ങൾ ഉണർന്നാൽ ആ ഉണർവ് സ്ഥിരമായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ആ ഉണർവ് സ്ഥിരമായിരിക്കണം. ആ ഉണർവിൽ നിന്ന് ഒരിക്കലും മാറരുത്. ഇതിനാ മാറുന്നത്? നിങ്ങൾ ചെയ്തിട്ടുള്ള ഇതപര്യന്തം ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്തിട്ടുള്ള സർവ കർമ്മങ്ങളുടെയും സർവ ദുഷ്കർമ്മങ്ങളുടെയും സർവ പാപകർമ്മങ്ങളുടെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മന്ത്രവാദമൊന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ. മറ്റേ അമ്പലത്തിൽ പോയി മന്ത്രവാദം ചെയ്യുക, അല്ലെങ്കിൽ സ്വാമിക്ക് എന്തെങ്കിലും ചെയ്യുക, 50,000 രൂപയുടെ ഒരു പൂജ നടത്തുന്നൊന്നും പറയുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന വകുപ്പുകളുണ്ടല്ലോ. അതെല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ ആ വശത്തേക്കൊന്നും കിടക്കുന്നില്ല. പാപപരിഹാര ക്രിയകൾ ഇവിടെ സർവ പാപകർമ്മങ്ങളെയും കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ദഹിപ്പിച്ച് കളയാനുള്ള വിദ്യ നിങ്ങൾക്ക് തരികയാണ്.
ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല, നായരോ നാടാരോ ഈഴവനോ അല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, ആ പരബ്രഹ്മ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് നിങ്ങൾ ഉണരുക, ഉയരുക. അതിൽ തന്നെ നിരന്തരമായ സ്ഥിതി നിലനിർത്തുക. അത്രയും മാത്രം, വേറൊന്നും ആവശ്യമില്ല. ഒന്നും കാണാതെ പഠിക്കണ്ട, ഒരു ഇമ്പോസിഷനും എഴുതണ്ട, ഒരു ഉപനിഷത്തും പഠിക്കണ്ട. ഈ അറിവില്ല നിങ്ങൾക്ക് നിങ്ങളിൽ സ്ഥിരമായിട്ട് നിലനിർത്തണമെങ്കിൽ അതിനാണ് ആ മന്ത്രം പറഞ്ഞത്. എന്താ? ശിവോഹം ശിവോഹം ശിവോഹം. എന്താ ശിവോഹം എന്ന് പറയുന്നത്? ശിവനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമൊന്നുമല്ല. ശിവൻ എന്ന് പറയുന്ന ദേവനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമല്ല. ശിവം മംഗളസ്വരൂപം, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ആ ശിവം പിരിഞ്ഞാൽ ശവം അല്ലേ? നിങ്ങളുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആ മംഗളസ്വരൂപം പിരിഞ്ഞാൽ എന്താ? ശവം. അതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ടാണ് ആ മന്ത്രം പറയാൻ പറയുന്നത് ശിവോഹം ശിവോഹം. ശിവോഹം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ബ്രഹ്മോഹം ബ്രഹ്മോഹം. ആ സാക്ഷി ചൈതന്യ അഹം, അതാണ് അതിൻ്റെ അർത്ഥം. ആ സാക്ഷി ചൈതന്യമാകുന്നു ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ശിവോഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോഹം. സോഹം എന്ന് പറഞ്ഞാൽ എന്താ? സഹ അഹം, അവൻ ഞാനാകുന്നു. അവൻ എന്ന് പറഞ്ഞാൽ യവൻ, ആ സാക്ഷി സ്വരൂപൻ, ആ സാക്ഷി ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം പുരുഷന്റെ ഉള്ളിലും സ്ത്രീകളുടെ ഉള്ളിലും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രം സദാ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. മുഴങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ആദ്യം കുറേ കാലം മുഴക്കിക്കൊണ്ടിരിക്കണം. ശിവോഹം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സദാ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം. സദാ എന്തിനാണ്? ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ ഏതെങ്കിലും ദേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ആ ഭാവം ഞാനെന്ന് പറയുന്നത് ഈ ജാഗ്രതാവസ്ഥയിലെ അഭിമാനിയായ വിശ്വനും സ്വപ്നാവസ്ഥയിലെ അഭിമാനിയായ തൈജസനും സുഷുപ്തി അവസ്ഥയിലെ അഭിമാനിയായ പ്രാജ്ഞനുമല്ല. പിന്നെ അവർക്കെല്ലാം സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സദാ പ്രകാശിച്ചു നിൽക്കുന്ന ഇതപര്യന്തം ഞാൻ ഏതെല്ലാം ശരീരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരങ്ങളിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ട് ഉണ്ടായിരുന്ന ആ സാക്ഷി സ്വരൂപൻ അവൻ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ഉള്ളിൽ മാത്രമല്ല, എൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും അവളുടെ ഉള്ളിലും സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ ആ സർവേശ്വര ചൈതന്യം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാദിവാസഃ സാക്ഷി ഛേദ കേവലോ നിർഗുണശ്ച. ആ നിർഗുണ സ്വരൂപം അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അവനെ ഇത്തിരി ബഹുമാനം കൊടുത്ത് പറയുമ്പോൾ എന്നിലെ താൻ. ഞാനെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൽ മാത്രം. എന്നിൽ താൻ എന്ന് ഞാൻ ബഹുമാനം കൊടുത്ത് അവനെ ആ ഉയർന്ന നിലയിലേക്ക് ഉയർത്തുമ്പോൾ അവൻ ഈ ശരീരത്തിലും സർവ ശരീരങ്ങളിൽ കൂടിയും, എന്നിലെ താനാണ് എല്ലാ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്നത്. എന്നിലെ ഞാനല്ല, എന്നിലെ ഞാൻ ഈ ശരീരത്തിൽ മാത്രം. എന്നിലെ താൻ ആ സാക്ഷി ചൈതന്യം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. വിനശ്യൽസു, നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ വസ്തു, നാശമില്ലാത്ത വസ്തു, മരണമില്ലാത്ത വസ്തു. ജാഗ്രത അവസ്ഥയും
ഏതൊരാളാണോ തന്നെ അതിലേക്ക് ഉയർത്തി അതിൽ അതിൽ സ്ഥിതി നേടാനുള്ള മാർഗം എന്താണ്? നിരന്തര വിചാരം മാത്രം. അഹം സാക്ഷി വിദ്യാത് വിവിച്യൈവം പുനഃ പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിംഡിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം അതാണ്. എന്താണ്? അഹം സാക്ഷി, ഞാൻ ആ സാക്ഷി ചൈതന്യമാണ്. ഇതി വിദ്യ, ഇത് തിരിച്ചറിഞ്ഞു. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ പ്രാവശ്യം കേൾക്കുന്നു, ദിവസവും കേൾക്കുന്നു. ആ സാക്ഷി ചൈതന്യമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് അഹം സാക്ഷി ഇത് വിദ്യ വിവിച്യ ഏവം പുനഃ പുനഃ, നിരന്തര വിചാരത്തിലൂടെ അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? സ ഏവ മുക്ത, അവൻ തന്നെയാണ് മുക്തൻ. അവന് മാത്രമേ മുക്തി കിട്ടൂ. അതാണ് വേദാന്ത ഡിംഡിമം, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. അല്ലാതെ ഏതെങ്കിലും അഭ്യാസങ്ങൾ കാണിക്കാനല്ല പറയുന്നത്. ജസ്റ്റ് awake to be, ഇതിലേക്ക് ഉണരുക. ആ ഉണർന്ന നിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിർത്തുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞ മന്ത്രം, എന്താ? ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയമഹാമതേ പ്രാരബ്ധമഖിലം പുഞ്ചൻ. സർവ പ്രാരബ്ധങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ നിലയിൽ നിങ്ങൾ നിൽക്കുന്ന അവസരത്തിലും നിങ്ങൾക്ക് റോഡിൽ കിടന്ന് 2 അടി കിട്ടാൻ വിധിയുണ്ടെങ്കിൽ അടി കിട്ടിയിരിക്കും. അതുകൊണ്ടൊന്നും നിങ്ങളുടെ ആ അറിവിൻ്റെ നിലയ്ക്ക് മാറ്റം വരികയില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് സ്വാമി റോഡിൽ കിടന്ന് അടി കൊള്ളുന്നത്. അത് സ്വാമിയുടെ പ്രാരബ്ധം, മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം റോഡിൽ കിടന്ന് അനുഭവിക്കുന്നു. അതുകൊണ്ടൊന്നും ആ സ്വാമിയുടെ അറിവ് നിലയ്ക്ക് യാതൊരു താഴ്ചയും ഉണ്ടാവില്ല. അത് പ്രാരബ്ധാനുസാരം അടികൊള്ളുന്നത് ഈ ശരീരം തീരുന്നത് വരെ. പക്ഷേ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അയാൾ ഇതപര്യന്തമുള്ള എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനാഗ്നിയാൽ എരിച്ചു കളഞ്ഞു. അപ്പൊ സ്വാമി അടികൊള്ളുന്നത് എരിഞ്ഞു പോയിട്ടില്ലേ? ഇല്ല, അടികൊള്ളുന്നത് എരിഞ്ഞു പോയിട്ടില്ല. എന്താണ്? പ്രാരബ്ധ കർമ്മം. ഈ ശരീരം എടുക്കുമ്പോൾ മുതൽ ഈ ശരീരം തീരുന്നതുവരെ എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതിനെയാണ് പ്രാരബ്ധമെന്ന് പറയുന്നത്. അതനുഭവിച്ചു തന്നെ തീർക്കണം. അത് നമ്മളിപ്പോൾ നേടുന്ന ജ്ഞാനത്തിലൂടെ എരിഞ്ഞു പോവുകയില്ല. എന്നാൽ അയാൾ അനുഭവിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ അനുഭവിക്കുന്നില്ല. അയാൾ അനുഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഈ അടി കിട്ടിയ ഞാൻ എന്നിലില്ല. റോഡിൽ കിടന്ന് അടി കിട്ടിയ ഞാൻ എന്നിലില്ല. ബുദ്ധൻ ജ്ഞാനം നേടിക്കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിലെത്തി, ഭാര്യയെ കാണാനെത്തി, മകനെ കാണാനെത്തി. അപ്പോൾ അച്ഛൻ, ആരാണ് അച്ഛൻ? ശുദ്ധോദന മഹാരാജാവ്. ശുദ്ധോദന മഹാരാജ ഇങ്ങനെ വന്ന് ആദ്യം ഭാര്യയുടെ അട്ടഹാസം കഴിഞ്ഞു. പറയാനുള്ളത് മുഴുവനും പറഞ്ഞു. മോനെ വിളിച്ചു, ഇതാ നിൽക്കുന്നു നിന്റെ അച്ഛൻ, ചോദിരി വല്ലതൊക്കെ കിട്ടും. അപ്പോഴാണ് അച്ഛൻ വരുന്നത്, ശുദ്ധോദന മഹാരാജാവ്. അദ്ദേഹവും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ബുദ്ധൻ യാതൊരു ഭാവഭേദവും കൂടാതെ നിന്ന് പറഞ്ഞു, അങ്ങ് ആരോടാണോ ഇതെല്ലാം സംസാരിക്കുന്നത് അയാൾ ഇവിടെ ഇല്ല. ബുദ്ധൻ പറഞ്ഞു, ശുദ്ധോദന മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് ആരോടാണോ ഇതൊക്കെ സംസാരിക്കുന്നത് അയാൾ ഇവിടെ ഇല്ല. ശുദ്ധോദന മഹാരാജാവ് ആരോടാണ് സംസാരിക്കുന്നത്? സിദ്ധാർത്ഥനോടാണ് സംസാരിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആളാരാണ്? ബോധോദയം നേടിയ ബുദ്ധൻ. തന്നിലെ താനായിട്ട് നിൽക്കുകയാണ്, ഞാനായിട്ടല്ല നിൽക്കുന്നത്.
അതാണ് ബുദ്ധൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അന്ന് ആരോടാണോ ഇതൊക്കെ സംസാരിക്കുന്നത് ആ ആൾ ഇവിടെ ഇല്ല, ആ സിദ്ധാർത്ഥൻ ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്ന ആൾ ആരാണ്? തന്നിലെ ഞാനിൽ നിന്ന് ഉയർന്ന് തന്നിൽ താനായിട്ട് വർത്തിക്കുന്ന ആ ദിവ്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ ഈശ്വര സ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം, അതാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രാരബ്ധാനുസാരം ബുദ്ധൻ അതെല്ലാം കേൾക്കേണ്ടി വരും. അത് കേട്ടേ പോകും. ദറ്റ് ഈസ് പ്രാരബ്ധ. കേൾക്കാനുള്ളത് മുഴുവനും കേൾക്കണം, വഴി കിടന്ന് അടി കൊള്ളേണ്ടത് മുഴുവനും കൊള്ളണം. പക്ഷേ അടി കൊള്ളുന്ന സമയത്ത് എന്നെ അത് ബാധിക്കുന്നില്ല. കാരണം എന്താ? എന്നിൽ ഞാനില്ല. പിന്നെ എന്നിൽ ഞാൻ താനായിട്ട് മാറിക്കഴിഞ്ഞു. എന്നിലെ താൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രം പറഞ്ഞതാണ്, എന്നിലെ തന്നെ, എന്നിലെ താനിൽ ഇതൊന്നും ബാധിക്കില്ല. കഴിഞ്ഞ മന്ത്രം അതായിരുന്നു, ജലശൈത്യാധികം യദ്വത് ജലഭാനും ന സംസ്പൃശേത്. ഐസ് വെള്ളത്തിൽ അല്ലെങ്കിൽ കാച്ചിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രന്റെ പ്രതിബിംബത്തിൽ അല്ലെങ്കിൽ സൂര്യന്റെ പ്രതിബിംബത്തിൽ ആ ചൂട് ബാധിക്കുകയില്ല. ജലശൈത്യാധികം യദ്വത് ജലഭാനും ന സംസ്പൃശേത്. തണുത്ത ഐസ് വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്ര പ്രതിബിംബത്തിൽ ഏതു പ്രകാരമാണോ ആ തണുപ്പ് ബാധിക്കാതിരിക്കുന്നത്, അതുപോലെ എന്താ? ബുദ്ധേഹി കർമാധികം തദ്വത് ചിദാഭാസം ന സംസ്പൃശേത്. നമ്മളിപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിലാണ് ഇപ്പോൾ ഈ മന്ത്രം പറയുന്നത്. എന്താ പറയുന്നത്? ഈ ബുദ്ധിയിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ചിദാഭാസനെ പോലും ബാധിക്കുകയില്ല. ചിദാഭാസൻ എന്ന് പറയുന്ന ആരാണ്? എന്നിലെ ഞാൻ, നാമരൂപധാരിയായ ഞാൻ, ജീവാത്മാവ്. ആ ജീവാത്മാവിനെ പോലും ബാധിക്കുകയില്ല എന്നിലെ കർമ്മഫലങ്ങൾ. അതുകൊണ്ട് ബുദ്ധൻ ശുദ്ധോദന മഹാരാജാവ് പറയുന്നത് മുഴുവനും കേട്ടിട്ട് മറുപടി പറഞ്ഞു. അന്ന് ആരെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ സംസാരിക്കുന്നത്, അദ്ദേഹം ആ ആൾ ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്നത് ആരാണ്? ബുദ്ധൻ. രൂപമാറ്റം വന്നവൻ, ഉരുമാറ്റം സംഭവിച്ചവൻ. എന്താ മാറ്റം അവിടെ? തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയർന്നു. അതാണ് ബുദ്ധത്വം. നമുക്ക് ആർക്കുമാകാം. അത് ബുദ്ധന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ആർക്കും. അത് ഈ വേഷം കൊണ്ട് കിട്ടുന്നതല്ല, താടി കൊണ്ട് കിട്ടുന്നതല്ല, അറിവിലൂടെ ആണ് നേടേണ്ടത്. ഇതറിഞ്ഞ് തന്നിലെ മിഥ്യയായ ഞാനിനെയും സത്യമായ താനിനെയും, തന്നിലെ ഞാൻ മിഥ്യ ഉള്ളതേ അല്ല, നാദബിന്ദുപനിഷത്തിലെ മറ്റൊരു മന്ത്രം പറയുന്നത്, ഉത്പന്നേ തത്വവിജ്ഞാനേ പ്രാരബ്ധം ന മുഞ്ചതി. ഉത്പന്നേ തത്വവിജ്ഞാനേ പ്രാരബ്ധം ന മുഞ്ചതി. ഈ തത്വവിജ്ഞാനം ഉണ്ടായാൽ, ഇതാ തത്വവിജ്ഞാനം ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഇതാണ് തത്വവിജ്ഞാനം. തത്വം, തത്വം, അതാണ് നീ, നിന്റെ യഥാർത്ഥ സ്വരൂപം. നിന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ, നിന്നിലെ താൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ശരീരത്തിലും സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിക്കുന്ന നിലയാണ് തത്വസ്ഥിതി. തത്വവിത്ത്, തത്വബോധി,
തത്വജ്ഞാനം. ഇതാണ് തത്വജ്ഞാനം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ആ ബോധത്തിലേക്ക് ഉണർന്നാൽ പ്രാരബ്ധം നൈവമുണ്ട്, പ്രാരബ്ധം ഇല്ലാതാവുകയില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ അറിവിലേക്ക് നേടി ആ അറിവ് നിലയിലേക്ക് ഉയർന്ന് അതിൽ സ്ഥിതി നേടിയാലും റോഡിൽ കിടന്ന് പ്രാരബ്ധാനുസാരം അടി കൊള്ളേണ്ടതായിട്ടുണ്ടെങ്കിൽ കൊണ്ടിരിക്കും. അത് അദ്ദേഹത്തെ ബാധിക്കുകയില്ല. എന്തുകൊണ്ട്? അദ്ദേഹം തന്നിലെ ഞാനിൽ ഇല്ല. അദ്ദേഹം തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ചിരിക്കുന്നു. അത് ചുമ്മാ ശ്ലോകം കാണാതെ പഠിച്ചിരിക്കുന്നതല്ല. ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകം കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നതല്ല. ഉദ്ധരിപ്പിക്കൽ ആ ശരീരത്തിൽ അയാൾ നടത്തിയിരിക്കുന്നു. ബുദ്ധൻ അത് നടത്തിയിരിക്കുന്നു. എങ്ങനെ നടത്തിയത്? ആ ഭാവത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത നിലയിലുള്ള സ്ഥിതി നിലനിർത്തി എടുത്തോ. നിങ്ങൾക്കുമാകാം ആ അറിവ് നില സദാ നിലനിർത്തണം. ഊണിലും ഉറക്കത്തിലും എല്ലാം തത്ചിന്തനം പഞ്ചദശിയിൽ പറയും പോലെ അല്ലേ? തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം എന്ന് പഞ്ചദശിയിൽ പറയുന്നത് പോലെ സദാസമയത്തും ആ ഭാവം തന്നെ നാം വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. അന്യരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. വർത്തമാനത്തിലും കഥ പറയുന്നതിലും എല്ലാത്തിലും ഈ ഭാവം നാം നിലനിർത്തിക്കൊണ്ടിരിക്കണം. അതേ സമയത്ത് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. രാമകൃഷ്ണദേവൻ ഉദാഹരണം പറയാറുണ്ട്. ഈ റോഡിൽ കിടന്ന് നൃത്തം ചെയ്യുന്ന, കുടം വെച്ച് നൃത്തം ചെയ്യുന്ന നൃത്ത വിദഗ്ധർ പാട്ടും പാടി നൃത്തം ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ കുടത്തിനകത്ത് വെള്ളമാണ്. ആ കുടം ഏത് സമയത്ത് വേണമെങ്കിലും താഴെ വീഴാം. എന്നാൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് പോകുമ്പോഴും അവരുടെ ശ്രദ്ധ മുഴുവനും ആ കുടത്തിലായി. കുടം നിലത്ത് വീഴാതിരിക്കത്തക്കവണ്ണം. അതുപോലെ നിങ്ങളേത് കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും, ഇറച്ചിവെട്ട് തൊഴിലാളിയാണോ ആയിക്കോട്ടെ, കുഴപ്പമൊന്നും. ഏത് കർമ്മത്തിൽ നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും ആ കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിചാരമുണ്ടായിരിക്കണം, ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവാകുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഭാവത്തിലുള്ള സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. അതാണ് യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ആ പ്രയോഗത്തിൻ്റെ രഹസ്യം. യോഗ കർമ്മസു കൗശലം. അവിടെ യോഗം സംഭവിച്ചു. എന്താ യോഗം സംഭവിച്ചത്? തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിലേക്ക് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് യോഗ. അതാണ് കർമ്മത്തിലുള്ള കൗശലം. അതേ സമയത്ത് ഞാൻ ഭാവത്തിൽ കർമ്മം ചെയ്തുകൊണ്ടുമിരിക്കുന്നു. ആ കർമ്മത്തിൻ്റെ ഫലം അവനെ ബാധിക്കുന്നുമില്ല. എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? കർമ്മത്തിൻ്റെ ഫലം അവനിലെ ഞാനിനെയാണ് വന്ന് ബാധിക്കുന്നത്. അവൻ തന്നിലെ ഞാനിൽ ഇല്ല. പിന്നെ ഇവിടെ പോയി അവൻ തന്നെ തിരിച്ചറിവിലൂടെ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയർത്തി. താനെന്ന് പറയുന്നത് ആ സാക്ഷി ചൈതന്യത്തിലേക്ക് ഉയർത്തി. ഇതാണ് നിങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല. വെറുതെ ഇവിടെ വന്ന് കേട്ടോണ്ട് പോയാൽ മാത്രം പോരാ. നിങ്ങളും നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ആ താൻ ഭാവത്തിലേക്ക് നിങ്ങൾ എന്നാണോ സ്ഥിരമായിട്ട് ഉദ്ധരിപ്പിക്കുന്നത്, അതാണ് ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നിയിൽ ഇതപര്യന്തം നിങ്ങൾ എത്ര മനുഷ്യജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ ആ മനുഷ്യജന്മങ്ങളിൽ വെച്ച് ചെയ്തിട്ടുള്ള സർവപാപകർമ്മങ്ങളും ഭസ്മം. ഈ ജ്ഞാനാഗ്നി. എന്തുകൊണ്ട്? ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതത് ശരീരങ്ങളിലെ ഞാൻ.
ഏതെല്ലാം ശരീരങ്ങളിൽ നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിച്ച് കർമ്മം ചെയ്തിട്ടുണ്ടോ? വേറെ ശരീരങ്ങൾ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ നിങ്ങൾ ജനിച്ച് ജീവിച്ചിട്ട് കർമ്മഫലം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ കർമ്മം ചെയ്യുന്നില്ല. കർമ്മം മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതെല്ലാം മനുഷ്യ ശരീരത്തിൽ വെച്ച് എന്തെല്ലാം നിന്ദ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതത് ശരീരങ്ങളിലെ ഞാൻ ഭാവത്തിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ശരീരത്തിൽ വെച്ച് തന്നിലെ ഞാനിനെയും ഈ ശരീരത്തിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തൃത്വാഭിമാനിയായ ഞാനിനെയും ഭോക്തൃത്വാഭിമാനിയായ ഞാനിനെയും തിരിച്ചറിഞ്ഞ് ഇതല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് മനസ്സിലാക്കി ഇതിനും സാക്ഷിയായിരിക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് അതിലേക്ക് ചേക്കേറണം, അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റണം. അങ്ങനെയുള്ള ആ ശ്രദ്ധ അവിടെ ആരുടെ ശ്രദ്ധയാണോ ബലപ്പെടുന്നത് അതാണ് ശ്രദ്ധാവാൻ. ബലവാൻ ഭവതി യോ യശ്രദ്ധഃ സ ഏവ സഃ. ഏതൊരുത്തൻ്റെ ശ്രദ്ധയാണോ അവിടെ ബലപ്പെടുന്നത്. സദാ സദാ വിചാരം വേണം. എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവല്ല എന്നിലെ ഞാൻ, യഥാർത്ഥ ഞാൻ ആ സാക്ഷി ചെയ്തത്. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ആ ദിവ്യസ്വരൂപം, ആ ഈശ്വര സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തന്നെ സദാസമയവും തൻ്റെ ശ്രദ്ധയെ ആരാണോ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദാ നിലനിർത്തുന്നത് അവന് മാത്രമേ ശരീരം വെടിയുന്ന അവസരത്തിൽ ആ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ശരീരം വെടിയുന്ന അവസരത്തിൽ ആ ശ്രദ്ധ ഈ തരത്തിൽ നിലനിൽക്കണമെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സദാസമയവും ആ ഭാവത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. കൊച്ചുകുട്ടി നൃത്തം പഠിച്ചുകൊണ്ടിരുന്നാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടി ഇങ്ങനെ വഴിയിൽ നടന്നു പോകുന്ന അവസരത്തിലും മുദ്രകൾ കാണിച്ച് ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സംഗീതം പഠിക്കുന്ന ആളുകൾ എവിടെ നമുക്ക് ചായ കുടിക്കാൻ ചെന്നിരുന്നാലും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരുകയാണെങ്കിൽ എപ്പോഴും 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 സദാസമയത്തും ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലണം. ശിവോഹം 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 എന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഈ ഭാവം മുഴുവനും നിങ്ങളിൽ നിറഞ്ഞിരിക്കണം. ഈ കേട്ട കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. ചുമ്മാ മന്ത്രം ചൊല്ലിയാൽ പോലെ ശിവോഹം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ശിവോഹം എന്ന് പറയുമ്പോൾ ഞാൻ ആ സാക്ഷി ചൈതന്യമാണ് എന്നുള്ള ഭാവം നിങ്ങളിൽ അങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്താ? ഈട്ടിത്തടിയുടെ ഉള്ളിലെ കറുപ്പ് ദിവസം ചെല്ലുന്തോറും ഏതു പ്രകാരമാണോ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈട്ടിത്തടിയുടെ കാതലുണ്ടല്ലോ, കറുപ്പ്. ആ കറുപ്പ് കാലം ചെല്ലുന്തോറും ഇങ്ങനെ കറുപ്പ് കൂടി 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 വരുന്നത് പോലെ ആരാണോ ഈ അറിവ് നിലയിലേക്ക് ഉണർന്ന് സദാസമയവും ആ മന്ത്രം ഉരുക്കഴിക്കുന്നത് ശിവോഹം ശിവോഹം ശിവോഹം. ആദ്യം നിങ്ങൾ മനസ്സുകൊണ്ട് ആ മന്ത്രം ചൊല്ലണം, വാചികമായിട്ട് ചൊല്ലണം. കാരണം എപ്പോഴും ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ ആ ശീലമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സദാസമയവും ശിവോഹം 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 എന്ന് നിങ്ങൾ പറയണം. വാക്ക് ഉച്ചരിച്ച് പറയണം, വാചികമായിട്ട് ചൊല്ലണം. ശിവോഹം 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 എന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഒരു ദേവതയെയും പ്രസാദിപ്പിക്കാനുള്ളതല്ല, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളിൽ ഉറപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ആ ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ആ അറിവ് ബലപ്പെടുന്നതിന് വേണ്ടിയാണ് ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം
സഹ അഹം, അത് ഞാനാകും. ആ സാക്ഷി ചൈതന്യം ഞാനാകും, അവൻ ഞാനാകും, ആ സാക്ഷി സ്വരൂപൻ ഞാനാകും എന്ന മന്ത്രം സദാ ചൊല്ലണം. ആദ്യം രൂപത്തിൽ നിങ്ങൾ ചൊല്ലണം, വാചികമായിട്ട് ചൊല്ലണം. അതിനുശേഷം മനസ്സുകൊണ്ട് അജപാരൂപത്തിൽ നിങ്ങൾ ചൊല്ലാൻ ശീലിക്കണം. എപ്പോഴും ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും എപ്പോഴും എപ്പോഴും. എങ്കിൽ മാത്രമേ ശരീരം വെടിയുന്ന അവസരത്തിലും ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കൂ. ശരീരം വെടിയുന്ന അവസരത്തിൽ ആരിലാണോ ആ ഭാവം ഉണ്ടായിരിക്കുന്നത് അയാൾ മരിക്കുന്നില്ല. എന്തുകൊണ്ട് മരിക്കുന്നില്ല? ആ ഭാവം മരണമില്ലാത്ത ഭാവമാണ്. തന്നിലെ താൻ മരണമില്ലാത്ത വസ്തുവാണ്. തന്നിലെ താൻ മരണമില്ലാത്തവനാണ്. ആ മരണമില്ലാത്ത വസ്തുവിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ച് ഉയർത്തി നിർത്തുന്നത്. മരണസമയത്ത് ആരിലാണോ ഈ ഭാവമുള്ളത് അയാൾ മരിക്കുന്നില്ല. അയാൾ എന്തായിട്ട് മാറുന്നു? ബ്രഹ്മമായിട്ട് തന്നെ മാറും. മരണമില്ലാത്ത ആ വസ്തുവായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മാറുന്നു. അതാണ് ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ മുക്തി നേടുന്നു. ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്. ഇതൊക്കെ ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് നേടാവുന്ന കാര്യങ്ങളാണ്. അത് ഈ ലൗകിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനും ലൗകിക ജീവിതം തടസ്സമേ അല്ല. എല്ലാത്തിനോടും ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ അറിവ് നില സ്വകാര്യമായിട്ട് ഓരോരുത്തരും തന്നിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ ഇഹ ചേത് അവേദീഗത സത്യമസ്തി ന ചേദിഹ അവേദി മഹതീ വിനഷ്ടി. അതിമഹത്തായ നഷ്ടമാണ് സംഭവിക്കുന്നത്. മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഈ നിസ്സാരമായിട്ട് നേടാൻ ഇതിന് എന്ത് ചെലവുണ്ട് നിങ്ങൾക്ക്? ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തുന്നതിന്, ഉദ്ധരിപ്പിക്കുന്നതിന്, അതിൽ സ്ഥിതി ചെയ്യിപ്പിക്കുന്നതിന് എന്ത് ചെലവുണ്ട്? ഒരു ചെലവുമില്ലല്ലോ. കുടുംബത്തിൽ ഏതെങ്കിലും അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമേ ഉണ്ടാകുന്നില്ലല്ലോ. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചോളൂ, എല്ലാത്തിലും. ആരെയും അറിയിക്കണ്ട. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, അവരെ കൂടെ ഈ അറിവ് നിലയിലേക്ക് ഉയർത്തി ആ മോക്ഷപദത്തിലേക്ക് ഉദ്ധരിപ്പിക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഭർത്താവ് ആയതുകൊണ്ട് ആയിരിക്കണമെന്നില്ല, ഭാര്യ ആയതുകൊണ്ട് ആയിരിക്കണമെന്നില്ല, മക്കളായതുകൊണ്ട് ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ നിലയിലേക്ക് ഉയരാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അവരെ കൂടി നിങ്ങൾ ഈ അറിവ് പകർന്നു കൊടുത്ത് അവരെ കൂടെ നിങ്ങൾ ഈ മാർഗത്തിലേക്ക് ഉദ്ധരിപ്പിക്കണം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒരു മന്ത്രത്തിൻ്റെയും ആവശ്യമില്ല. ഈ കേട്ട കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടും പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കാനുള്ള ത്രാണി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് സത്യം ഈ നില നിങ്ങൾ ഓരോരുത്തരും സ്വായത്തമാക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കൂടി ആ നിലയിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ആ അറിവ് നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.